പാഠം 628. മേൽവിലാസം ശരിയാണ്. മോഹനേട്ടാ, ചായ എടുത്ത് വെച്ചിരിക്കുന്ന വന്നെടുത്ത് കുടിക്ക്. ഇത് അവിടെ കൊണ്ട് കൊടുത്താലേ കുടിക്കുള്ളൂ എന്തോ. എനിക്കാണ് ഒന്നിന് നേരമില്ല താനും. മോഹനേട്ടാ, പത്രത്തിൽ തലകുത്തി കിടക്കുകയായിരിക്കും. ഇതിന് മാത്രം വായിക്കാം. പത്രത്തിൽ എന്തിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത്. SLC പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേരെ പോലെയാണ് പത്രം വായന. ഞാൻ വേറൊരു കാര്യം പറയായിരുന്നു. ഇതാ മോഹനേട്ടന് ചായ. ഇവിടുത്തെ ജോലി ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ചായ അങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. ഇതിന് മാത്രം ജോലി എന്താ ഭാമ അടുക്കളയില്? ഈ വീട്ടിൽ ആകെ ഉള്ളത് നമ്മൾ രണ്ടുപേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അത്രയും സമയം വേണോ? ഭക്ഷണം വല്ല മോഹനേട്ടാ, പാത്രം കഴുകണ്ടേ, അടുക്കള തൂത്തുവാരി വൃത്തിയാക്കണ്ടേ, ഇതെല്ലാം കഴിഞ്ഞ് മോഹനേട്ടന്റെ ഷർട്ട് മുണ്ടും തേച്ചു തരണ്ടേ. ഓ, അതെങ്ങാനും 1 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനോട് യുദ്ധം നടത്തുമല്ലോ. ഓരോരുത്തർ ചെയ്യേണ്ട ജോലിയുണ്ട്. അത് അവരവർ തന്നെ ചെയ്താലേ ശരിയാവൂ. കൃത്യസമയത്ത് അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നതിന് പകരം നീ ഇവിടെ നിന്ന് സ്വയം സംസാരിക്കുന്നത് കൊണ്ടോ ആരെങ്കിലും പ്രാഗിയത് കൊണ്ടോ ഒരു കാര്യമില്ല. അതൊക്കെ നീ എന്നെ കണ്ടുപഠിക്കണം. ഒരു വില്ലേജ് ഓഫീസിൽ എന്തുമാത്രം ജോലിയുണ്ട്. ഞാൻ അതിൽ ഒരു ഇഷ്ടക്കുറവും കാണിക്കാറില്ല. ഓഫീസിൽ വരുന്നവരോട് മുഖം കറുത്ത് സംസാരിക്കാറുമില്ല. എന്തുകൊണ്ടാണ്? എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ നാട്ടിൽ എന്നെ എല്ലാവർക്കും വളരെയധികം ബഹുമാനമാണ്. രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്നത് കണ്ട് വീട്ടിലെ ക്ലോക്ക് ശരിയാക്കുന്നവർ എത്രയോ പേർ ഈ നാട്ടിലുണ്ട് എന്ന് എനിക്കറിയാമോ? മോഹനേട്ടന്റെ ആഗ്രഹങ്ങളും മനോഹരമാണ് കേട്ടോ. ആഗ്രഹമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ വീട്ടിനുള്ളിൽ കുസൃതി കാണിക്കുമ്പോഴും പഠിത്തത്തിൽ ഉഴപ്പുമ്പോഴും അച്ഛനമ്മമാർ പറയുന്നത് എന്താണെന്നറിയാമോ? മോനെ, നീ മോഹനേഷ് സാറിനെ കണ്ടുപഠിക്കൂ, ഭാവിയിൽ അദ്ദേഹത്തെ പോലെ വലിയ ആളാകാൻ നോക്കൂ എന്ന്. ഒരു വില്ലേജ് ഓഫീസർ അത്ര വലിയ ആളാണോ? നിനക്ക് സംശയം ഉണ്ടാവും. കാരണം നീ ഇതുവരെ ഒരാവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ പോയിട്ടില്ലല്ലോ. വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നവർക്കാണ് വില്ലേജ് ഓഫീസറുടെ ആ വലിയ വില മനസ്സിലാവുന്നത്. അതില് വലിയ കാര്യമൊന്നുമില്ല മോനേട്ടാ. ആശുപത്രി ചെല്ലുന്നവർക്ക് ഡോക്ടർ ആയിരിക്കും വലിയ ആള്. പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വലിയ ആളാണ്. കോടതിയിൽ ജഡ്ജിയാണ് വലിയ പുള്ളി. ബസ്സിൽ കയറുമ്പോ ഡ്രൈവർ ആയിരിക്കും ഭയങ്കര സംഭവം. ശരിക്കും ദാഹിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ നാരങ്ങാവെള്ളം തരുന്ന പെട്ടിക്കടക്കാരനെയും നമുക്ക് ദൈവമായിട്ട് തോന്നാറില്ലേ? അത്രേ ഉള്ളു കാര്യം. അത്രയുള്ളത്. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രധാന രേഖകളെല്ലാം സൂക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒരു മാന്യനും സത്യസന്ധനുമായതുകൊണ്ട് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാര് പറഞ്ഞു? ആര് പറയണ്ട. എന്തായാലും അഡ്വക്കേറ്റ് സത്യഭാമ എന്ന ഉണക്ക വക്കീലിനേക്കാൾ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ മോഹനേഷ് സാറാണ്. എന്നെ അറിയാവുന്നതിന്റെ 10-1 പോലും നിന്നെ അറിയില്ല. മണ്ടത്തരം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നത് കൊണ്ട് മോഹനേട്ടൻ ഇങ്ങനെ പറയാം. പറഞ്ഞോളൂ. പക്ഷേ അഡ്വക്കേറ്റ് സത്യഭാമയുടെ ഈ നാട്ടിലെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി അന്വേഷിച്ചു നോക്കൂ. പണിയുണ്ട്. നന്നായി. നമ്മളിൽ ആർക്കാണ് നാട്ടിൽ പ്രശസ്തി എന്ന സത്യസന്ധമായ മോഹനേട്ടൻ അന്വേഷിച്ച് ഉത്തരം കിട്ടുമ്പോ മോഹനേട്ടൻ ബോധം കിട്ടി വിടുമല്ലോ. ഞാൻ അലക്കി തേച്ചായിരുന്ന ഷർട്ടിന്റെ മുണ്ടിന്റെ ഗ്ലാമറിൽ ജീവിക്കുന്ന ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ. അത്രയും ഉള്ളു മോഹനേട്ടൻ. നിനക്കങ്ങനെ പലതും തോന്നും. പക്ഷേ ഈ നാട്ടുകാർക്കറിയാം മോഹനേഷ് സാറിന്റെ വില എന്താണെന്ന്. അതായിക്കോട്ടെ, മോഹനേഷ് സാറ് നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങിയ ആളായിക്കോളൂ. ഇപ്പൊ എന്നെ ശല്യപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ട് മുണ്ട് ഞാൻ തേച്ചുതരാം.
നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് നീ ഞാൻ മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? എനിക്കും പറയാനുണ്ട്. ഇങ്ങനെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നതിന്റെ പകുതി പാടല്ലേ ഉള്ളൂ ഈ ഷർട്ടും മുണ്ടോന്ന് തേക്കാൻ. അത് ചെയ്യൂല. അല്ല, എന്തിനാ ചെയ്യുന്നത്? വീട്ടിലൊരു വേലക്കാരി ഉണ്ടല്ലോ. നാട്ടുകാർ മോഹനേട്ടനെ പറ്റി നല്ലത് പറയുന്നത് മോഹനേട്ടന്റെ വില്ലേജ് ഓഫീസിലെ സ്വഭാവം മാത്രം നോക്കിയാണ്. ഇവിടെ എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മോഹനേട്ടനെ കൂകിയേനെ. ഞാൻ ഒരു ഗാന്ധിയനായതുകൊണ്ട് മാത്രമാണ് നിന്റെ അഹങ്കാരം ക്ഷമിക്കുന്നത്. എല്ലാവരും കാണാമായിരുന്നു. സത്യത്തിൽ ഈ വീട്ടിൽ നീ കാണിക്കുന്ന ധിക്കാരത്തെ പറ്റിയും ഞാൻ ക്ഷമിക്കുന്നതിനെ പറ്റിയും പുറത്തറിഞ്ഞാൽ എനിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടും. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മോഹനകൃഷ്ണൻ സാറിന്. ശരിക്കും ഈ സമാധാനം എന്ന വാക്കുകൊണ്ട് മോഹനേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭർത്താവിനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഒരു ഭാര്യ അയാൾ ധിക്കരിക്കുമ്പോ തീർത്തും ക്ഷമയോടെ അത് കണ്ടില്ല എന്നടിക്കുന്നതിനെയാണ് ഞാൻ സമാധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിൽ സമാധാന പ്രേമിയായി ഈ ഭർത്താവ് ഒരു കാര്യം ചെയ്യും. അപ്പുറത്ത് പോയി കുറച്ചു നേരം പത്രത്തിലേക്ക് സമാധാനപരമായി നോക്കിയിരിക്കും. അപ്പോഴേക്കും ഞാൻ തേച്ച് വെച്ചേക്കാം. ഇല്ലെങ്കിൽ പകുതി തേച്ച ഷർട്ട് മുടി ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. ഞാനിതാ ഇപ്പം നിർത്തും. രാവിലെ എന്റെ സാറിനെ മര്യാദ പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ വഴിയുള്ളൂ. പക്ഷെ ഷർട്ട് തേച്ച് കിട്ടിക്കഴിയുമ്പോ സാറിന്റെ സ്വഭാവം മാറുമല്ലോ. മോഹനേട്ടാ, ഫോൺ എടുക്ക്. ഹലോ. അതെ, കൊടുക്കാം. ഭാമേ ഇപ്പോൾ വരും. ആരാ മോനേട്ടാ? വിദ്യാലക്ഷ്മി. വിദ്യ, ഞാൻ മറന്നിട്ടില്ല. നിന്റെ പൈസ എന്റെയും ഭദ്രമായിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് കൊണ്ടുവന്നിരുന്നു. പക്ഷെ നീ വന്നില്ലല്ലോ. ഇന്ന് കൊണ്ടുവരാം. ശരി. വിദ്യ പൈസ വെച്ച കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നലെ പൈസ കൊണ്ടുവരുന്നു, പക്ഷെ വിദ്യ വന്നില്ല. ഇന്ന് പൈസ കൊണ്ടു ചെല്ലണമെന്ന് പറയാൻ വിളിച്ചത് അവളെ. എന്റെ പേഴ്സ്. മോനേട്ടാ, മോനേട്ടാ, അതെ, ഈ ബാഗിലിരുന്ന് എന്റെ പേഴ്സ് കാണുന്നില്ല. വിദ്യക്ക് കൊടുക്കാന്ന് പറഞ്ഞ പൈസ ആ പേഴ്സിലായിരുന്നു. നീ നോക്ക്, എവിടെയെങ്കിലും കാണും. എന്റെ ഈശ്വര, ഞാൻ ഇന്നലെ പേഴ്സ് ഈ ബാഗിൽ നിന്ന് എടുത്തില്ലല്ലോ. എന്താണ് രാവിലെ കാശൊക്കെ? ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചതല്ല, അന്തസ്സായി ജോലി ചെയ്തുണ്ടാക്കിയ കാശായത്. ഇന്നലെ പ്രഭാകരൻ ചേട്ടൻ ഫീസ് തന്നു. അത് നന്നായി. താലൂക്ക് ഓഫീസിലെ സഹദേവൻ എന്നോട് ഒരു 5000 രൂപ ചോദിച്ചു. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കല്ലേ. സഹദേവന്റെ 2 കുട്ടികളാ സ്കൂളിൽ പോകുന്നത്. യൂണിഫോമും പുസ്തകവും കുടയും എല്ലാം വാങ്ങാൻ എത്ര കാശുണ്ടാക്കണ്ടേ? ഞാനൊരു 5000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. എന്തായാലും നിനക്ക് കൃത്യസമയത്ത് ഫീസ് കിട്ടിയല്ലോ. ഇനിയിപ്പോ വേറെ പൈസ ഉണ്ടല്ലോ. അയ്യടാ, എന്ത് നല്ല മനോഹരമായ സ്വപ്നം. ഈ പൈസ സഹദേവന് കൊടുക്കാമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട സാറിന്. വിദ്യാലക്ഷ്മി 2 ആഴ്ച മുന്നേ ഒരു 5000 രൂപ ചോദിച്ചതാ. ഇതുവരെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ഇത് അവക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. നീ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കുന്ന പൈസ വിദ്യാലക്ഷ്മി കൊടുക്കേണ്ട കാര്യം എന്താണ്? വിദ്യാലക്ഷ്മി നിന്റെ കൂടെ ജോലി ചെയ്യുന്നതല്ലേ ഉള്ളൂ. സഹദേവൻ സാർ താലൂക്ക് ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്? താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹദേവൻ സാറിന് കാശ് കൊടുക്കാമെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മിക്ക് കാശ് കൊടുത്താൽ എന്താ? ഓ, അത് ശരി. വില്ലേജ് ഓഫീസർക്ക് ഒരു കുലുക്കുമില്ലാതെ അതിന്റെ കാര്യം എനിക്ക് പിടികിട്ടി.
മോഹനേട്ടാ, എവിടെ? എന്റെ പേഴ്സ് എവിടെ? പേഴ്സോ? എന്റെ മോഹനയുടെ പേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്നലെ ഇവിടെ വെച്ച് എന്റെ പേഴ്സ് മോഹനേട്ട കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് 5000 രൂപ ഉണ്ടായിരുന്നു. അത് വിദ്യക്ക് കൊടുക്കാനുള്ളതെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ പേഴ്സ് ഇപ്പൊ കാണുന്നില്ല. പോയി? കളിക്കില്ല മോനേട്ടാ. ഇന്നലെ ആ പേഴ്സ് എന്റെ ബാഗിലിട്ടിട്ടാണ് ഞാൻ കോടതിയിലേക്ക് പോയത്. വിദ്യ വരാത്തതുകൊണ്ട് ആ പേഴ്സ് എടുത്തതേ ഇല്ല. തിരിച്ചു വന്നപ്പോ ബാഗ് ആ മേശയിൽ ഞാൻ വെച്ചു. ഇപ്പൊ ബാഗിൽ പേഴ്സ് ഇല്ല. ഇന്നലെ നീ പച്ചക്കറി വാങ്ങിയല്ലോ, അപ്പൊ പേഴ്സ് എടുത്തിട്ടുണ്ടാവും. ഇല്ല, പച്ചക്കറി വാങ്ങാനുള്ള പൈസ വേറെ ഉണ്ടായിരുന്നു. പേഴ്സിൽ വിദ്യക്കുള്ള 5000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എടുത്തിട്ടില്ല. അത് തന്നെയല്ലേ എനിക്ക് അറിയേണ്ടത്. മോഹനേട്ടൻ അറിയാതെ അത് എവിടെയും പോവില്ല. ഇന്നലെ സഹദേവന് കൊടുക്കാനായി മോഹനേട്ടൻ ആ പൈസ എന്നോട് ചോദിച്ചതാണ്. സത്യം പറ മോഹനേട്ടാ, മോഹനേട്ടൻ ആ പൈസ എടുത്തില്ലേ? ഞാൻ എടുത്തില്ല. മോഹനേട്ടൻ തന്നെയാണ് എടുത്തത്. മോഹനേട്ടനെ മുഖം കണ്ട് അറിയാം മോഹനേട്ടനാണ് കാശെടുത്തെന്ന്. എനിക്ക് എന്റെ പൈസ വേണം. വിദ്യക്ക് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞ പൈസ അതെനിക്ക് മോഹനേട്ടാ, എന്റെ കാശ് കൊണ്ട് ആളാവുന്ന കരുതല്ലേ. എനിക്ക് ആ കാശ് തിരിച്ചു കിട്ടണം. നമസ്കാരം വക്കീലെ. നമ്മുടെ തെക്കേടത്തെ സുശീലിനെ പോലീസ് പിടിച്ചോണ്ട് പോയി കളഞ്ഞു. ഇന്ന് രാവിലെ കൃഷ്ണകുട്ടിയുടെ ചായക്കരയുടെ അവിടെ എന്നാ പിടിച്ചോണ്ട് പോയത്. എന്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. നമ്മുടെ ഏലിയാസിന്റെ റബ്ബർ വെട്ടുകാരനായിരുന്നല്ലോ ഈ സുശീലേ. കൂലിയുടെ കാര്യം പറഞ്ഞ് ഏലിയാസ് ഏട്ടനും സുശീലിനും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച ദാസപ്പന്റെ ഷാപ്പിന്റെ മുമ്പിൽ വെച്ച് സുശീല ഏലിയാസ് ഏട്ടനെ പച്ചത്തെറി പറഞ്ഞു. ആ വാശിക്ക് ഏലിയാസ് ഏട്ടൻ സുശീലിനെതിരെ കേസും കൊടുത്തു. റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് വിറ്റു എന്നും പറഞ്ഞുകൊണ്ട്. പറഞ്ഞു വരുമ്പോ ഏലിയാസ് ഏട്ടന് നല്ല സ്വാധീനമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പരാതി കിട്ടിയ പാടെ പോലീസ് വന്ന് സുശീലിനെ പൊക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. അയ്യോ അല്ല, ജാമ്യം കിട്ടുമോന്ന് ചോദിച്ചോണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോ SIക്ക് ഭയങ്കര ബലം പിടുത്തം. കോടതി ഹാജരാക്കുമ്പോ ജാമ്യം എടുത്തോടെ എന്ന്. ഉച്ചയ്ക്ക് മുമ്പ് കോടതിയിൽ കൊണ്ടുവരാന്നാണ് കേട്ടത് വക്കീലെ. സുശീലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. വെറുതെ അല്ലല്ലോ, റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചിട്ടല്ലേ. എനിക്ക് പറ്റില്ല ഇത്ര കാലമായിട്ട് കേസ് പറയാൻ. അതെന്ത് വർത്താനാണ് വക്കീലെ ഈ പറയുന്നത്? സുശീൽ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവൻ മോട്ടിക്കൊന്നുമില്ല. ആളൊരു സാധുവാണ്. ഏലിയാസ് ഏട്ടന് അവനോടുള്ള വൈരാഗ്യത്തിലുണ്ടായ കള്ള കേസാണിത് എന്ന് പറയാൻ പറ്റില്ല ഉത്തമ. പുറമേ മാന്യന്മാരാണെന്ന് കരുതുന്ന പലരും കള്ളന്മാരാ. ജീവിതത്തിൽ ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ താരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അടിച്ചു മാറ്റിക്കളയും. അങ്ങനെയുള്ള ചില ആളുകളെ എനിക്കും അറിയാം. വക്കീലെന്താ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണല്ലോ. എന്താ പ്രശ്നം? നമസ്കാരമുണ്ട് സാർ. ഞാൻ സാറിനെ വിളിക്കാതിരിക്കായിരുന്നു. അപ്പോഴാണ് ഒരു കേസിന്റെ കാര്യം വന്നത്. അപ്പോഴിവിടെ വന്ന് വക്കീലിനെ കാണുകയും ചെയ്യാം, സാറിനോട് വിവരം പറയുകയും ചെയ്യാന്ന് കരുതി. പിന്നെ സാറേ, 5000 ഞാൻ ഇന്നലെ തന്നെ സഹദേവ സാറിനെ കൊടുത്തായിരുന്നേ. വിളിച്ചായിരുന്നു. ഞാനപ്പോ സഹദേവനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ബാങ്കിന്ന് ഞാൻ എടുത്ത പൈസയാണ്, അത് 1 മാസത്തിനുള്ളിൽ ബാങ്കിൽ തിരിച്ചിടണമെന്ന്. അല്ല സാറ് ഇന്നലെ എന്റെ കയ്യിൽ ഒരു 5000 രൂപ തന്നായിരുന്നു. താലൂക്ക് ഓഫീസിൽ സഹദേവ സാറിന്റെ കയ്യിൽ കൊടുക്കാൻ. സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ. സഹദേവ സാറിനാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ 2 എണ്ണം ഉണ്ട്. ഒരുപാട് ചെലവാണ് അല്ലേ സാറേ? ഉത്തമൻ അങ്ങനെ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും അന്വേഷിക്കണം. ഉത്തമനെ ഏൽപ്പിച്ച ജോലി ചെയ്തല്ലോ, അത് മതി. എന്താ മോഹനേട്ടാ അത് പറയുമ്പോ ഒരു പരിഭ്രമം? എനിക്കെന്ത് പരിഭ്രമം? അപ്പൊ മറ്റേ കാര്യത്തിനൊരു തീരുമാനം വേണം. സുശീലിനെ ജാമ്യത്തിറക്കുന്ന കാര്യേ. കള്ളന്മാരുടെ കേസ് ഞാൻ വാദിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പകൽമാനും ചമഞ്ഞു കാശടിച്ച് മാറ്റുന്നവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കുകയും ചെയ്യും. അതെ വക്കീലെ, കാശല്ല ഇവിടത്തെ പ്രശ്നം. റബ്ബർ ഷീറ്റ് കട്ടുമെന്നാണ് കേസ്. അത് സുശീലിന്റെ കേസ്. എന്തായാലും ഉത്തമൻ സുശീലിനെ ഇറക്കാൻ വേറൊരു വക്കീലിനെ അന്വേഷിക്കണമല്ലോ. അപ്പൊ ആ വക്കീലിനോട് പറഞ്ഞേക്കും വേറൊരു മോഷണ കേസ് കൂടി ഉണ്ട് എന്ന്. അതേത് കേസ് വക്കീലെ? കേസ് ഏതാണെന്ന് നാട്ടുകാരെ പറഞ്ഞ് ഉത്തമൻ അറിയും. ഉത്തമന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഉത്തമ പോവാൻ നോക്ക്. അല്ല അപ്പൊ ആ സുശീലിന്റെ കാര്യം സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളന്മാരുടെ കേസ് വാദിക്കൂലെന്നല്ലേ വക്കീല് പറഞ്ഞത്. പിന്നെ വക്കീലന്മാർ ആരുടെ കേസ് വാദിക്കും? ഈ വക്കീലെന്താ മഹാത്മാഗാന്ധിക്ക് പഠിക്കുകയാണ്? സുശീലന്റെ കാര്യം വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കാം. മോഹനേട്ടാ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി.
താലൂക്ക് ഓഫീസിലെ സഹദേവന് കൊടുക്കാനായി ഇന്നലെ മോഹനേട്ടൻ എന്നോട് പൈസ ചോദിച്ചു. തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് മോഹനേട്ടൻ ആ പൈസ ഞാൻ അറിയാതെ എടുത്ത് ഉത്തമന്റെ കൈ കൊടുത്തു വിട്ടല്ലേ? ആര് പറഞ്ഞു? ഞാൻ സഹദേവന് കൊടുത്തത് എന്റെ പൈസയാണ്, നിന്റെ പൈസ അല്ല. എന്റെ പൈസ പിന്നെ എവിടെ പോയി? എനിക്കറിയില്ല. മോഹനേട്ടാ, ഇത് മോശമാണേ. ഞാൻ എന്റെ ബാഗിൽ നിന്ന് ആ പേഴ്സ് പുറത്തെടുത്തിട്ടില്ല. എന്തായാലും പേഴ്സ് തന്നെ പുറത്തിറങ്ങി പോയില്ലല്ലോ. അതിനർത്ഥം മോഹനേട്ടൻ അത് എടുത്തു എന്ന് തന്നെയാണ്. അങ്ങനെ കേസ് കൊടുക്കും. കൊടുക്കും, ഞാൻ കേസ് കൊടുക്കും. ഞാൻ സമ്പാദിച്ച പണം എന്റെ ബാഗിൽ നിന്ന് എന്റെ അറിവ് കൂടാതെ എടുക്കുന്ന മോഷണം തന്നെയാണ്. അത് മോഹനേട്ടനായാലും എന്റെ അച്ഛനായാലും മോഷണമാണ്. ഞാൻ പോലീസെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അകത്ത് പോകുന്നു മാത്രമല്ല, ഭാര്യയുടെ പണം മോഷ്ടിച്ച കേസിൽ വില്ലേജ് ഓഫീസിൽ അറസ്റ്റിൽ എന്ന് പത്രത്തിൽ വാർത്ത വരികയും ചെയ്യും. എനിക്കറിയാം മോഹനേട്ടന്റെ ധൈര്യം എന്താന്ന്. ഞാൻ കേസ് കൊടുക്കില്ല, എനിക്ക് പരാതി പറയാൻ വേറെ ആരുമില്ല എന്നൊക്കെയല്ലേ. ഒരു പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുന്നത് വൃത്തിയാണ് മോഹനേട്ടാ. സഹദേവന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്തൊരു ഉത്കണ്ഠയാ മോഹനേട്ടന്. അതിന് പകുതി ആത്മാർത്ഥത എന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാവുമായിരുന്നു എനിക്ക്. മോഹനേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല, മോഹനേട്ടൻ ഒന്നും ചെയ്യുമില്ല. ഞാൻ ജോലി ചെയ്യാനുള്ള ഒരു യന്ത്രം മാത്രമാണല്ലോ മോഹനേട്ടന്. ആരാ? എന്റെ പേര് കൃഷ്ണകുമാർ. ടൗണിൽ എനിക്ക് ചെറിയൊരു ചെരുപ്പ് കടയുണ്ട്. എന്താ കാര്യം? മോഹനകൃഷ്ണ സാറല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. മോഹനേട്ടാ, അതേക്ക് വന്നോളൂ. മോഹനേട്ടൻ ഓഫീസിൽ പോകാനുള്ള തിരക്കില്ല, ഇപ്പൊ വരും. ഇരിക്കും. വക്കീലല്ലേ? അതെ. നമുക്ക് തമ്മിൽ പരിചയമില്ല, പക്ഷെ മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യ വക്കീലാണെന്ന് ബേക്കറിയിലെ പുഷ്കരനാ പറഞ്ഞത്. സാറിന് എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. ഞാനൊരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് ഒരിക്കലും വില്ലേജ് ഓഫീസ് വന്നിരുന്നു. സാറ് സമയത്ത് സർട്ടിഫിക്കറ്റ് തന്നോണ്ട് എന്റെ കാര്യം നടന്നു. ഞാൻ ഓർക്കുന്നില്ല. 5-6 മാസം മുമ്പാ സാറേ. ഇപ്പൊ അതിന് നന്ദി പറയാൻ വന്നാണോ? ഞാൻ പൊതുവെ അങ്ങനെ നന്ദി സ്വീകരിക്കുന്ന ഒരാളല്ല. ഞാൻ നന്ദി പറയാൻ വന്നതല്ല സാറേ. പിന്നെ ഈ പേഴ്സ് ഇവിടുത്താണോ? അയ്യോ, എന്റെ ഈശ്വരാ, ഇതെന്റെ പേഴ്സല്ലേ? ഇതെവിടുന്ന് കിട്ടി? സത്യം പറ, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നത്? മോനേട്ടാ, ഇതെന്റെ പേഴ്സ് തന്നെയാ. പൈസ ഇതിനകത്തിരുന്ന പൈസയുണ്ട്. ഇതെന്റെ കടയുടെ മുമ്പിൽ കടന്നു കിട്ടിയതാ. കടയുടെ മുന്നിലോ? നിങ്ങളുടെ കട എവിടെയാ? ബസ് സ്റ്റാൻഡിന്റെ പുറത്ത്, ആ പെട്രോൾ പമ്പിന്റെ അടുത്ത്. മോഹനേട്ടാ, ഞാൻ ഇന്നലെ പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള വിജയന്റെ പച്ചക്കറി കട കയറിയിരുന്നു. അവിടെ കൊടുക്കാൻ ബാഗിൽ നിന്ന് പൈസ എടുത്തപ്പോ ഇത് വീണുപോയതാവും. ഒരു 4 മണി സമയത്താ എനിക്കിത് കിട്ടിയത്. അവിടെയുള്ള എല്ലാരോടും ഞാൻ ചോദിച്ചു, ആരുടെ അല്ലെന്ന് പറഞ്ഞു. വലിയ ഉപകാരം. ഈ പേഴ്സ് പോയതിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വഴി വെച്ച് പോയതെന്ന് ഞങ്ങൾ കരുതിയതേ ഇല്ല. അങ്ങനെ ഇത് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, ഇതെന്റെ പേഴ്സാന്ന് നിങ്ങളോട് ആര് പറഞ്ഞത്? ഞാൻ കുറെ നോക്കിയപ്പോഴാ അതിനകത്തൊരു ഫോട്ടോ ഇരിക്കുന്ന കണ്ടത്. അത് കണ്ടപ്പോ ഇത് ഇവിടത്തെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫോട്ടോ? എന്ത് ഫോട്ടോ? മോഹനേട്ട സാറിനെ എവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും. അന്ന് എന്നെ സഹായിച്ചത് ഞാൻ മറന്നിട്ടില്ല. സാറിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ പേഴ്സ് ഇവിടത്തെ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജംഗ്ഷനിൽ വന്ന് പുഷ്കറിനോട് വഴി ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. പുഷ്കറിനെ എനിക്ക് നേരത്തെ അറിയാം. വലിയ ഉപകാരം. ഈ ഉപകാരത്തിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ എനിക്ക് ചെയ്ത ഉപകാരം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് ഉപകാരം? എനിക്കൊന്നും വേണ്ട, ഞാൻ മറ്റേ സാർ. ശരി. ഭാര്യയുടെ പണം മോഷ്ടിച്ച് സുഹൃത്തിന് കൊടുത്ത കാപാലികനായ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ. പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നാലോ? അങ്ങനെ ഒരു വാർത്ത വരില്ലല്ലോ. സ്വന്തം പണം സൂക്ഷിക്കാതെ വഴിയിൽ കളഞ്ഞ ഭാര്യയെ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തു എന്നായാലോ? അങ്ങനെയും അല്ല. സ്വന്തം പണം സൂക്ഷിക്കാൻ അറിയാതെ വഴി കളഞ്ഞിട്ട് ആ പണം ഭർത്താവ് എടുത്ത് സുഹൃത്തിന് കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ച ഭാര്യയോട് ഭർത്താവ് ക്ഷമിച്ചു എന്നല്ലേ നല്ലത്? ഒരു കാര്യം
കാര്യം എനിക്ക് ഉറപ്പാ മോഹനേട്ടാ. എന്ത് കാര്യം? മോഹനേട്ടനാണ് എന്നെക്കാട്ടിലും പ്രശസ്തി. മോഹനേട്ടൻ അയാൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഈ പൈസ തിരിച്ചു കിട്ടിയത്. ഇനിയിപ്പോ പേഴ്സിൽ അഡ്രസ് ഒന്നും എഴുതി വെക്കട്ടാ. ഈ ഫോട്ടോ മതിയല്ലോ. ഇതല്ലേ എന്റെ അഡ്രസ്? മറ്റെന്തൊക്കെ പറഞ്ഞാലും മോഹനകൃഷ്ണനെ ഒരു മോഷ്ടാവാക്കാൻ നോക്കിയത് നന്നായില്ല. സ്വന്തം പണം സൂക്ഷിക്കാൻ അറിയാതെ അത് നഷ്ടപ്പെടുത്തിയിട്ട് ഭർത്താവിന്റെ മേൽ കുറ്റം ചാരാൻ ശ്രമിച്ച സത്യഭാമയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയ നിലയ്ക്ക് ഈ കഥ ഇവിടെ തീർക്കാം. ഈ വിചിത്ര ജീവികളുടെ ജീവിതത്തിലെ നിസാരമല്ലാത്ത കാര്യങ്ങളുമായി കാര്യനിസാരം തുടരുന്നു.